കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജൂലൈ മാസം 2025 ജൂലൈ മാസം 18-ാം തീയതി തലവലപ്പറമ്പിലെ ബൈബിൾ സ്റ്റഡി ആയിട്ട് നമുക്ക് കടന്നു വരുവാൻ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ച സ്തോത്രം ദൈവവചന പഠനത്തിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരുവാൻ കർത്താവ് നമുക്ക് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ കണ്ണടച്ച് ഉറങ്ങാൻ കിടന്നവർ പ്രിയ പാസ്റ്റർ പറഞ്ഞതുപോലെ ഇന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ അനേകർ ആയിത്തീർത്തു. അനേകർ രോഗികളായി, അനേകരെ മരണത്തിലേക്ക് വഴുതി വീണു, അനേകർ നിരാശയുടെ അടിത്തട്ടിലേക്ക് പോയി. വിശ്വാസികളെന്ന് പറയുന്നവർ പോലും വളരെ ദുർബലമായ നിലയിൽ ആത്മീയ അനുഭവങ്ങളിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനോട് അടുത്തിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യർ വിശ്വാസം ത്യജിക്കും, വിശ്വാസത്തിൽ തകർന്നു പോകും, ആത്മീക ക്ഷീണം സംഭവിക്കും, ആത്മീക തകർച്ചയിലേക്ക് പോകാനിടയായിത്തീരും, പ്രത്യാശ നഷ്ടപ്പെടും. വേദപുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തിലെ അവസാന ഭാഗത്ത് നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ കാണുന്നു, കർത്താവ് സഭയിൽ ഇല്ലാത്ത ഒരവസ്ഥ അവിടെ പ്രവാചകനായ യോഹന്നാൻ പറയുകയാണ്. ഞാനത് വേദപുസ്തക ഭാഷയിൽ തന്നെ അത് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുന്നതായിരിക്കും ഉചിതം എന്നെനിക്ക് തോന്നുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം എല്ലാവരും എടുക്കാം. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യവാനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നത ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിനെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ള ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും അത്താഴം. അപ്പോൾ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. സഭയുടെ വാതിൽക്കൽ ദൈവം മുട്ടിക്കൊണ്ടിരിക്കുക. സഭയെന്നുള്ളത് വിശ്വാസികളുടെ ഒരു കൂട്ടമാണല്ലോ. ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ കർത്താവ് മുട്ടുകയാണ്. സ്തോത്രം. കർത്താവ് പുറത്താ. ആരെങ്കിലും വാതിൽ തുറന്നാൽ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ജയിക്കുന്നവർ ഞാൻ എന്നോടുകൂടി സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടി അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. പുതിയ നിയമസഭയോടുള്ള അവസാനത്തെ ദൈവത്തിൻ്റെ സന്ദേശമാണ് മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മാനസാന്തരപ്പെടും. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. രക്ഷ, മാനസാന്തരം ത്രികാല അനുഭവങ്ങളാണ്. മാനസാന്തരപ്പെട്ട വ്യക്തി തന്നെ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. രക്ഷിക്കപ്പെട്ട വ്യക്തി തന്നെ ഓരോ ദിവസവും രക്ഷാപൂർത്തിയിലേക്ക് നടത്തപ്പെടുവാൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. വേദപുസ്തകത്തിൻ്റെ സനാതന സത്യങ്ങളാണ്. ഇത് നമ്മൾ അറിയാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇളവ് കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇത് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാന ആവശ്യം നമുക്കുണ്ട്. തിരുവചന സത്യങ്ങളെ അതിൻ്റെ യാഥാർത്ഥ്യത്തോടെ പ്രസംഗിക്കപ്പെടാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലാണ് ഇന്നായിരിക്കുന്നത്. സഭ ആത്മീക മൂല്യച്യുതിയിലേക്ക് മൂക്കുകുത്തി കിടക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസഭ എന്നുള്ളത് സാത്താൻ വികൃതമാക്കിയിട്ടിരിക്കുകയാണ്. അത് മാനുഷികമായ സംഘങ്ങൾ കൂടിവരവുകളായി മാനുഷിക ബലത്തിലും ജഡീകന്മാരുടെ സംഘങ്ങളായും ദൈവസഭ മാറ്റപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ യഥാർത്ഥ സഭ എവിടെ കിട്ടും? എവിടെ കാണാൻ പറ്റുന്നു? പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിലാണ് പുതിയ നിയമസഭയുടെ ആവിർഭാവം. ആ ആവിർഭാവത്തോടനുബന്ധിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുന്നു.
ആ പ്രസംഗിക്കുന്ന പ്രവൃത്തി 2:42 വായിക്കാം, ഉറച്ചു വായിക്കണം. പ്രവൃത്തി 2:42. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, ആമേൻ, കൂട്ടായ്മ ആചരിച്ചു, ആമേൻ. അപ്പം നോക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. മതി. പത്രോസിന്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ട ഒരു വലിയ സമൂഹത്തിൽ നിന്ന് 3000 പേര് പത്രോസിന്റെ പ്രസംഗം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ട് 3000 പേര് വന്നു. അവർ 3000 പേർ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. അതിന്റെ അവസാനത്തെ വാക്യം, ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. അടുത്ത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആരായി രക്ഷിക്കപ്പെട്ട്? 3000 പേര്. അവരെന്ത് ചെയ്തു എന്നാണ് 42 വായിച്ചത്? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോന്നു. അവരെ കർത്താവ് തന്റെ സഭയോട്, അപ്പൊ കർത്താവിന്റെ സഭ ആരാ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചും പോകുന്നവർ. വചനത്തിലൂടെ ഒരു മറുപടി. പല്ലാത്തൊക്കെ സഭയാണോ? എനിക്കറിയില്ല. ഞാന് തിരുവചനത്തിന്റെ യാഥാർത്ഥ്യം തുറന്നു വയ്ക്കുക. ആരാണ് ദൈവസഭ എന്ന് ചോദിച്ചാൽ, പുതിയ നിയമസഭയുടെ ആവിർഭാവം പ്രവൃത്തി 2-ലാണെന്നും പരിശുദ്ധാത്മാവിന്റെ ആവിർഭാവത്തോടെ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ച് 3000 പേര് ഹൃദയത്തിൽ കുത്തുകൊണ്ടവർ വന്നെന്നും അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് പോന്നുവെന്നും ആ വാക്യങ്ങൾ കഴിഞ്ഞൊരു 3-4 വാക്യം കഴിഞ്ഞ് അവസാനം എഴുതിയിരിക്കുന്നു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. യുക്തമായി ചിന്തിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വരുന്നവരെ കർത്താവ് തന്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അതാണ് പുതിയ നിയമസഭ. യേശുക്രിസ്തുവിന്റെ ശരീരമാം സഭ, ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ, അല്ലെങ്കിൽ നിർമ്മല കന്യകയായ സഭ. ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരം ജയിക്കലെന്ന് പറഞ്ഞാൽ അതാണ് സഭ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ദൈവത്തിന്റെ മന്ദിരമാകുന്ന സഭ അതാണ്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ മെസ്സേജിൽ ഇത് പറയാനിടയായി. പാസ്റ്റർ, ഇതെന്താണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത്? എത്ര കേട്ടിട്ടും പലർക്കും ഇത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം പലരുടെ ഹൃദയങ്ങളിൽ ഇല്ല. അതുണ്ടാകാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ഇടപെടലായിട്ട് ഞാൻ ഇത് കാണുന്നു. ഇത് പിന്നെയും റിപ്പീറ്റ് ചെയ്യും. പത്രോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് അറിവുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുകയാ ചെയ്യുന്നത്. വായിച്ചവരാണ്, പഠിച്ചവരാണ്, കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഓർപ്പിക്കുക ചെയ്യുന്നത്. ഞാനും അത് തന്നെ ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ ഈ വചനമൊക്കെ വായിക്കാൻ, പഠിക്കാൻ, ധ്യാനിക്കുകയും ചെയ്യുന്നവരാ. പക്ഷെ നിങ്ങൾ മറന്നുപോയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഒന്നുകൂടി ഓർപ്പിച്ച് ഉണർത്തുകയാണ് ഈ വചനങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് വാത്സല്യ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ ദൈവസഭ ഏതാണെന്ന് മനസ്സിലാക്കി ആ ദൈവസഭയുടെ അംഗമായി ഇരുന്നു കൊണ്ട് ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കണമേ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രവൃത്തി പുസ്തകത്തിലെ 9-ാം അധ്യായത്തിലെ 31-ാമത്തെ വാക്യം കൂടി വായിക്കുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ വായിച്ചു. ഇപ്പോഴും അത് വായിക്കുക. വായിക്കാനായിട്ട് അങ്ങോട്ട് പ്രേരണ കിട്ടുന്നുണ്ട്. ഞാനതങ്ങ് വായിച്ചുകൊണ്ടിരിക്കുക. യഹൂദ്യ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് സഭ ആത്മീയവർദ്ധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. അപ്പൊ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട സഭകൾ ഗലീല, യഹൂദ, ശമരിയ ദേശങ്ങളിലെ സഭകൾക്ക് എന്ത് ചെയ്തു? സമാധാനമുണ്ടായി. ഇന്നിപ്പോ സഭകൾക്ക് സമാധാനമില്ല, നേതൃത്വ നിരകൾക്ക് സമാധാനമില്ല. കർത്താവിന്റെ മേശയ്ക്ക് വേണ്ടി അപ്പം നുറുക്കുകൾ എടുത്ത് വെച്ചിട്ട് പാട്ടും പാടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മുട്ടൻ അടി നടക്കുക. സഭക്ക് സമാധാനം ഉണ്ടെങ്കിൽ അടി നടക്കുമോ പാസ്റ്ററെ? അടി കഴിച്ച് കേസിന് പോയിട്ടുണ്ടാവും. എനിക്കിതല്ല വിചിത്രം. ഈ അടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പണ്ടാരട്ടും ചോദിച്ചാല് ഒരുത്തനും വെളിവുള്ള ഒരുത്തനും അതിലില്ലയോ? ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നു, അവിടെ പോ, വെളിയിലോട്ട് പോക്കോ, ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അടിയൊക്കെ വെളിയിൽ പോ എന്ന് പറഞ്ഞ് ഓടിച്ചുവിടാൻ പറ്റുമോ? അങ്ങനെയുള്ളൊരു ആത്മീയനില്ലേ? പൗലോസ് ചോദിക്കുന്നില്ലേ കോടതി കയറുമ്പോ?
നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നത് തന്നെ പോരായ്മയാകുന്നു. നിങ്ങളിൽ ഒരുവനും ഒരു ജ്ഞാനി ഒരുത്തൻ ഇല്ലയോ? ഇത് പറഞ്ഞ് ക്രമീകരണം പ്രാപിക്കുക. സ്തോത്രം. എവിടെയാ വാക്യം കിടക്കുന്നത്? എടുത്ത് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം. ഇതൊക്കെ നമ്മൾ വായിച്ചു പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ചിന്ത. കാരണം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളല്ലേ, കഥ പറച്ചിലല്ലല്ലോ ഇത്. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മഹത്തരമായ സത്യങ്ങളാണല്ലോ നമ്മൾ പറയുന്നത്. ഹല്ലേലൂയ. ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ അത് സഭ വിധിപ്പാൻ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? 1 കൊരിന്ത്യർ 6:4 ഞാൻ വായിക്കുന്നത്. എന്നാൽ ആ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരം ഉണ്ടെങ്കിൽ ആ വിധിപ്പാൻ ആ സഭ ഇന്ന് ഗണ്യമാക്കാത്തവരെ ആ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ആ ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു. ആ ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ ആ കാര്യം തീർപ്പാൻ ആ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനി നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? കണ്ടോ, ഞാൻ ചോദിച്ചത് വചനത്തിലൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരുത്തൻ നിങ്ങളുടെ ഇല്ലേ? പാസ്റ്റർ, സെൻട്രൽ, ലോക്കല്, പ്രസിഡന്റ്, സെക്രട്ടറി ആദ്യായ പദവികൾ അലങ്കരിച്ചുകൊണ്ട് ഊറ്റം കൊള്ളുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കുഞ്ഞു ഉപദേശി ചോദിക്കുക, ഈ അടി നടക്കുമ്പോൾ പിടിച്ചു മാറ്റി പ്രാപ്തിയുള്ള ഒരുത്തനില്ലേ? എന്റെ പൊന്നു പാസ്റ്റർ, എന്റെ ചങ്ക് തകർന്നു പോയി. കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് 160 രാഷ്ട്രങ്ങളിലുള്ള മലയാളികളും ലോക മനുഷ്യരും എല്ലാം കണ്ടോ, ഇതാ ഞങ്ങളുടെ സുവിശേഷം, ഞങ്ങളുടെ സുവിശേഷത്തിന്റെ ഒരു ഭാഗമാണ്, നിങ്ങൾ ഇത് കണ്ടോ എന്ന് പറഞ്ഞെടുത്ത് ഇടുക. ലജ്ജിക്കണം, നമ്മൾ ലജ്ജിക്കണം. പെന്തക്കോസ്തുകാരെന്ന് പേര് പോലും പറയാൻ നമ്മൾ ലജ്ജിക്കണം. സ്തോത്രം. എനിക്ക് വലിയ വേദനയുണ്ടായി എൻ്റെ ദൈവമേ. കാരണം എൻ്റെ ചേട്ടാനിയന്മാര് നിരീശ്വരന്മാരുണ്ട്, വിശ്വാസത്തിലില്ലാത്തവരുണ്ട്. അവരൊക്കെ എടുത്തു വെച്ചിത് കണ്ടിട്ട് കൊള്ളാം, താൻ ചേട്ടൻ ഈ വർഗത്തിൽപ്പെട്ടാണ് ചെന്ന് ചാടിയത് ചോദിച്ചാൽ ഞാൻ എന്തോ മറുപടി പറയും? അല്ലെങ്കിൽ എന്നെ കളിയാക്കിയിട്ടുണ്ട്. ആത്മീയകോളത്തിൽ കാണിക്കുന്ന കോനാമ്പിച്ചുകൾ എടുത്തു വെച്ച് ഞാൻ ഇരിക്കുന്നതിൻ്റെ ഒരു 3-4 മീറ്റർ അപ്പുറം എൻ്റെ സ്വന്തം വരിയിൽ ഇരുന്ന് നിരീശ്വരവാദിയാണ്. ഇങ്ങനെ എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്തു? പറഞ്ഞ് പരിഹസിക്കുന്നത് ഞാൻ കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നേ. ഹല്ലേലൂയ. കാരണം അത്രത്തോളം അധപ്പതിച്ചൊരു സമൂഹമായി നമ്മുടെ സമൂഹം തീർന്നു. അതിൻ്റെ നടുവിൽ തിരുവചന സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ ചെറിയ കൂട്ടങ്ങളായി നമ്മൾ അവിടങ്ങളിലായി കൂടിക്കൊണ്ടിരുന്നു. അതിലൊരു ഗ്രൂപ്പാണ് നമ്മൾ. സ്തോത്രം, സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ വാക്യത്തിൽ കടമെടുത്ത് പറഞ്ഞാൽ അവരൊക്കെയും ആബാലവൃദ്ധം ദ്രവ്യാഗ്രഹികളാകുന്നു, പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. യിരെമ്യാ 6:13-14 കുറിച്ചിട്ടോണം. വ്യാജം പ്രവർത്തിക്കുന്നു, സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനമെന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിന്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. ഹല്ലേലൂയ. എത്ര വേദനാജനകം. അവരൊക്കെയും ആബാലവൃതം ദുർവ്യാഗ്രഹികളാകുന്നു. അത് യിരെമ്യാവ് 8:10-11. പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു, സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിന് ലഘുചികിത്സ കൊടുക്കുന്നു. ലഘുചികിത്സ. അപ്പോൾ പ്രവാചകൻ വേറൊരു സ്ഥലത്ത് പറയുകയാണ്, യിരെമ്യാവ് 5:30, വിസ്മയവും ഭയങ്കരവുമായത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അതിനോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എൻ്റെ ജനത്തിന് അത് ഇഷ്ടമാകുന്നു, എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? പ്രിയമുള്ളവരെ, മുഖോരമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വചനത്തിലേക്ക് കയറുക. ഈ നിലവാരത്തിലുള്ള ഒരു വലിയ ആത്മീയ സമൂഹത്തിന്റെ നടുവിൽ ഈ പഥ്യവചനത്തിന് വേണ്ടി, ഈ പഥ്യോപദേശത്തിന് വേണ്ടി നിലകൊണ്ട് ആ വചനവ്യവസ്ഥ അനുസരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനാണ് ചെറിയ ചെറിയ കൂട്ടങ്ങളായി നമ്മളിവിടെ കടന്നു. ചിലർക്ക് ആള് കുറയുമ്പോൾ ഭയങ്കര ക്ഷീണം. പക്ഷെ ഇന്ന് ആരും വന്നില്ല. നമ്മളിപ്പോ ഇത്രയും പേരുണ്ടല്ലോ, കർത്താവ് കൂടെ ഉണ്ട്, അപ്പൊ അത്രയും പേര് മതി. ഏറ്റവും കോറം താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പ് പുതിയ നിയമസഭയാണ്. എത്രയെന്ന് പറയാമോ? ഒന്നുകൂടി ചേർത്ത് പറയാം. 2, 3 പേർ. അതുകൂടി പറയണ്ടേ? കർത്താവ് പറഞ്ഞ അങ്ങനെ തന്നെ പറയണ്ടേ? 2, 3 പേർ എൻ്റെ നാമത്തിൽ. ഇതൊക്കെ വിശ്വസിച്ചാൽ മതിയെന്നേ. ഇപ്പൊത്തും വിശ്വസിക്കുന്നില്ലല്ലോ, അതാണല്ലോ കുഴപ്പം. ഇപ്പൊ ഞാനും എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ചിന്ത ഉള്ളിൽ എന്താ? ഈ നോക്കിയോ 2, 3 പേർ. ഞങ്ങൾ 2 പേരും, കർത്താവ് 1, 3. കർത്താവ് വേണം കേട്ടോ, കർത്താവ് ഇല്ലെങ്കിൽ പിന്നെ ഗുണമൊന്നുമില്ല. യെരൂശലേമിൽ ദേവാലയത്തിൽ
ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങ് പോയി. യേശു കൂടെ ഉണ്ടെന്ന് അങ്ങ് ഊഹിച്ചു. ഊഹം കൊണ്ട് ഗുണമില്ല, യേശു കൂടെ വേണം. അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇതാ പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരെന്നറിയാൽ അവർ ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടി ആയിരുന്നു. കർത്താവിനോടുകൂടി നമ്മൾ ആയിരിക്കുന്നെങ്കിൽ 500 പേര് കൂടുന്നിടത്ത് 500 രൂപ വെച്ച് സ്വോത്രാഴ്ച ഇട്ടിട്ട് 500 പേര് ഇവിടെ വന്നാൽ മതി, അല്ലാത്തവരൊന്നും വരണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരാളെ കൂട്ടുന്നത് കാശിന് വേണ്ടി ആത്മീയ വളർച്ചയോ ആത്മീയവർദ്ധനമൊന്നും അല്ല. ലക്ഷങ്ങളെ കൂട്ടി വരുത്തുന്നു, ആയിരക്കണക്കിന് ആൾക്കാരെ കൂട്ടി വലിയ മെഗാ മീറ്റിങ്ങുകൾ നടക്കുന്നു, വലിയ ഹോളുകൾ എടുക്കുന്നു, വലിയ മെഗാ പ്രൊജക്ടുകൾ നടത്തുന്നു. ഞാനതിന് പറയുന്നത് സർക്കസ് കൂടാരങ്ങളാണ്. സർക്കസ് കൂടാരം, അവിടെ ഒരു 3-4 പേര് സർക്കസ് കാണിക്കാൻ കാണും. ആ സർക്കസ് കാണാൻ കടന്നു വരുന്ന അതൊന്നും വിശ്വാസികളല്ല. എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല, അതുകൊണ്ട് പറയുക. ദൈവമക്കളെ, ഈ അന്ത്യകാലത്ത് ആത്മീക മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നടുവിൽ പഥ്യവചനത്തിന് വേണ്ടി, പഥ്യോപദേശത്തിന് വേണ്ടി നിലകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവജനം തയ്യാറാകുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. നമ്മളെപ്പോഴും കുറിവാക്യമായിട്ട് വായിക്കുന്ന മത്തായി 5-ന്റെ 6-ന്റെ 9-10 6-ന്റെ 9-10 കുറിവാക്യമായിട്ട് വായിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് ഒരു യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത അല്ലെങ്കിൽ രാജഭരണത്തിന് വേണ്ടിയുള്ള കർത്താവിൻ്റെ വരവ്. സ്തോത്രം സ്തോത്രം. 6-ന്റെ 9-10 ഇങ്ങനെ വായിക്കുന്നു. എങ്ങനെയാ വായിക്കുന്നത്? പ്രാർത്ഥിപ്പി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, നിന്റെ രാജ്യം വരണമേ. കർത്താവേ, നിന്റെ രാജ്യം വരണമേ എന്ന് കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ്. ഇപ്പോഴും നമ്മൾ പറയുക, നിന്റെ രാജ്യം വരണമേ കർത്താവേ, വേഗം വരണമേ കർത്താവേ, ഞങ്ങളെ ചേർക്കണമേ കർത്താവേ. 7 വർഷത്തെ മഹോദരകാലം കഴിഞ്ഞിട്ട് ഈ ഭൂമിയിൽ അവിടുത്തെ രാജ്യം സ്ഥാപിക്കുമ്പോൾ അങ്ങയോടൊപ്പം ആയിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിന്റെ രാജ്യം വരണമേ. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, അതുകൂടി നമുക്കൊന്ന് വായിക്കാം. എൻ്റെ 1-ാം അധ്യായം എല്ലാവരും എടുത്താട്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം എടുത്താട്ട്. അതിൻ്റെ 6-7 വാക്യങ്ങൾ. നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ പാപം പോക്കി അടുത്ത വാക്യം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. ഇതാണ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത. അവിടെ ഒരു മിസ്റ്റേക്ക് ഉള്ളത്, ഭാഷയിലുള്ള ഒരു മിസ്റ്റേക്കാണ്. നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി എന്നുള്ളതിന് വേദപണ്ഡിതന്മാർ അതിനൊരു തിരുത്തൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളില് രാജാവും രാജാക്കന്മാരും നമ്മെ കർത്താവ് ആരാക്കി മാറ്റി? രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി മാറ്റി. യേശു കർത്താവിൻ്റെ കൂടെ നമ്മൾ രാജാക്കന്മാരെ പോലെ, യേശുവാണ് യഥാർത്ഥ രാജാവ്, അവൻ്റെ കൂടെ നമ്മൾ ആയിരിക്കുന്നുണ്ട്. ആ പദം ഇവിടെ ഉപയോഗിച്ചെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? നമുക്കൊരു വാഴ്ച തരുന്നു. ദൂതന്മാരെ നമ്മൾ വിധിക്കും, ഈ ലോകത്തെ നമ്മൾ വിധിക്കും. അങ്ങനെ ഒരു ഭരണത്തിന്റെ സീമയിൽ നമ്മൾ ആകുന്നതുകൊണ്ട് ആ പദം അവിടെ ബൈബിൾ പ്രയോഗിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ രാജ്യം വരണമേ എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് പ്രാർത്ഥന പഠിപ്പിച്ച ഭാഗമാണ് നമ്മുടെ കുറിവാക്യമായിട്ടിരിക്കുന്നത്. നിന്റെ രാജ്യം വരണമേ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ട ഒരു വിഷയമാണിത്. കർത്താവേ, അങ്ങയുടെ 1000 ആണ്ട് വാഴ്ച വരണമേ. ഇന്ന് ഞങ്ങൾ ജീവിക്കുന്ന ഈ ദുഷ്ടലോകത്ത് നിന്ന്, ഈ പാപമംഗലമായ ലോകത്തിൽ നിന്ന്, കഷ്ടതകൾ നിറഞ്ഞ, കണ്ണുനീരുള്ള, ദുഃഖമുള്ള, മുറവിളിയുള്ള, മരണമുള്ള, കഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന്, കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത 1000 ആണ്ട് വാഴ്ച കർത്താവിനോടൊപ്പം ആയിരിക്കുവാൻ കർത്താവേ നീ വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കോസാരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ.
നമ്മൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. കർത്താവ് വന്ന് നമ്മൾ ചേർത്തതിന് ശേഷം ഒരു 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ തുടങ്ങാൻ പ്രാർത്ഥിക്കണം. എത്ര മനോഹരമായൊരു വാഴ്ചയാണ് ഈ 1000 ആണ്ട് വാഴ്ച. അതിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് കുറെ കൂടി അതിനെക്കുറിച്ച് ധ്യാനിക്കാൻ നമ്മൾ പോവുകയാണ്. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചനം 7-ന്റെ 13, 14 ഒരാൾ വായിച്ചാട്ട്, ഒരാൾ 18, 21 വായിച്ചാട്ട്, വായിച്ച വേദഭാഗങ്ങൾ തന്നെ ഒന്നുകൂടി വായിക്കുക ചെയ്യുന്നത് നമ്മൾ. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 13, 14 ഇതൊക്കെ ഒന്നുകൂടി നിങ്ങൾ ഓർമ്മിച്ചു. ആ ആ ആ കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. ആ അടുത്തു പറയുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. അപ്പൊ യേശുക്രിസ്തു ജാതികളെ, സകല ജാതികളെയും ഭാഷക്കാരെയും വംശക്കാരെയും ഭരിക്കാൻ വേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 13, 14 വാക്യങ്ങൾ. ഇനി അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുന്നു. സ്തോത്രം. 18-ാം വാക്യം വായിക്കാം. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ച് എന്നേക്കും പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജത്വം അനുഭവിക്കാതെ. ആരെ കുറിച്ച് പറയുക? എന്നാൽ അത്യുന്നതനായ എന്റെ വിശുദ്ധന്മാർ, പുതിയ നിയമ പഴയ നിയമ സഭയിലെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തോളം രാജത്വം അനുഭവിക്കും. യേശു കർത്താവിന്റെ രാജത്വത്തിന്റെ ഭരണത്തിന്റെ സീമയിൽ നമ്മൾ കർത്താവിനോടൊപ്പം രാജത്വം പങ്കുവയ്ക്കും. ഈ ഭൂമിയെ പുതിയ നിയമസഭയിലെ വിശുദ്ധന്മാർ ഈ ഭൂമിയെ ഭരിക്കും, ദൂതന്മാരെ ഭരിക്കും. മുമ്പ് നമ്മൾ പറഞ്ഞ 100 പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. കർത്താവിന്റെ അടുക്കൽ വന്ന് ശിഷ്യന്മാർ ചോദിച്ച ഒരു ചോദ്യം. എന്താണ് ആ ചോദ്യം? ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്തോ കിട്ടും? യേശു പറഞ്ഞു, ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കാനായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ ആ ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കാൻ നിങ്ങൾ എന്നോടൊപ്പം ആയിരിക്കുമെന്ന് കർത്താവ് ആ സാധാരണ മുക്കുവന്മാരോട് പറയാനിടയായി. ഇന്ന് അവരോടൊപ്പം ഒക്കെ പിടിച്ചിരുത്തുന്നത് ആരാ? ഇന്നത്തെ ഈ ഭൂമിയിലെ ഉന്നതന്മാർ അവരുടെ കൂട്ടിലിരുത്തുന്നത് ആരാ? അവരുടെ അതേ റാങ്കുള്ളത്, അതേ സ്ഥാനമാനം അലങ്കരിക്കുന്ന ആ പദവികളുള്ളവരെ കൂടെ ഇരുത്തത്തുള്ളൂ. അല്ലാത്തവരെയൊക്കെ പിടിച്ച് കഴുത്തിൽ കുത്തി വെളികളെ. നമുക്കറിയാം, ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് ദൈവസഭയുടെ പേരും വെച്ചിട്ട് A ഡിവിഷൻ, B ഡിവിഷൻ, കറുത്തവനെ വെളുത്തവനെ വേർതിരിച്ച് കാണുന്ന ജഡീകന്മാർ, ജാതി വെറി പറഞ്ഞ് പരസ്യമായിട്ട് ആക്ഷേപിക്കുന്ന ജഡീകന്മാരുടെ നേതൃത്വങ്ങൾ ഇന്ന് ദൈവസഭയുടെ തലപ്പത്തിരിക്കുക. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഇസ്രായേൽ ഗോത്രം 12-നെയും ഞാൻ ന്യായം വിധിക്കാനിരിക്കുമ്പോൾ എന്നോടൊപ്പം ഇരുന്ന് യഹൂദന്മാരായ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങളും ന്യായം വിധിക്കും. നമ്മളോ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, അതിനെടുക്കുന്നില്ല, നാം ദൂതന്മാരെ വിധിക്കും, നാം ഈ ലോകത്തെ വിധിക്കും, ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൂതന്മാരെ വിധിക്കുവാൻ ദൈവം ആക്കി വെച്ച നിങ്ങളാണോ തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി കോടതിയിൽ പോയി കേസിനും കോടതിയിലും വഴക്കിനും പോകുന്നതെന്ന് പൗലൂസ് ചോദിക്കുമ്പോൾ, ഇങ്ങനെ ചെയ്യുന്നവർക്ക് ലജ്ജയില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവർക്ക് നാണമില്ലേ? ഈ വേദോസ്തവുമായിട്ട് കോടതിയിൽ കയറി ഇറങ്ങാൻ അവർക്ക് നാണമില്ലേ? എന്താ നമ്മളിവിടെ വായിച്ചത്? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ച വാക്യം എന്താണ്? എന്നാൽ അത്യുന്നതന്റെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജത്വം അനുഭവിക്കും. 21-ാം വാക്യം. വയോധികനായവൻ വന്നു ആ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജത്വം കൈവശമാക്കുന്ന കാലം
വരികയും ചെയ്യുവോളം. മതി മതി മതി. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? ഇത് നമ്മളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇനി 27, 28 കൂടി വായിക്കാം. പിന്നെ രാജത്വവും ആധിപത്യവും ആകാശ ആ ആമേൻ എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും. ആ വാക്യം ഒന്ന് നിർത്തി ഒന്ന് ചിന്തിച്ചു നോക്കി. ആ വാക്യം തരുന്ന പഠനം എന്താണ്? ആ തിരുവെഴുത്ത് എന്താണ് പറയുന്നത്? ഇതെന്റെ അഭിപ്രായങ്ങളോ വേറെ വല്ലരുടെ അഭിപ്രായങ്ങളോ? ഇത് വചനത്തിന്റെ അഭിപ്രായം പറയുന്നത്, വചനമായി പറയുന്നത്. തിരുവെഴുത്ത് അങ്ങനെ പറയുന്നു. ഇന്ന് പലർക്കും തിരുവെഴുത്ത് പ്രസംഗിക്കാൻ നേരമില്ല. വായി തോന്നുന്നൊക്കെ എടുത്ത് പ്രസംഗിക്കുക. വായി തോന്നുന്നല്ല, മനസ്സിൽ തോന്നുന്നു. വായി വരുന്നത് പറഞ്ഞേ കോതയ്ക്ക് പാട്ട്, അതാണ് പ്രസംഗം. ഇത് കേട്ട് തുള്ളാനായിട്ട് കുറെ മന്ദബുദ്ധികളായ വിശ്വാസികൾ ഒന്നും ഓർക്കുമ്പോഴാണ് നമ്മൾ നെഞ്ചത്ത് ഇങ്ങനെ അലച്ച് ഇടിച്ച് കരയേണ്ടത്. കാരണം ദൈവവചനം നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ രാജത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെല്ലാടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അടുത്ത് അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമായിരിക്കും. ആയിരിക്കും. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. നമ്മളിപ്പോ വായിച്ചതുപോലെ ആകുന്നു കാര്യത്തിന്റെ സമാപ്തി. ഒരു മനുഷ്യൻ പറയുന്ന പോലെയല്ല, ഇന്ന് കാണുന്ന പാസ്റ്റർമാർ പറയുന്ന പോലെയല്ല, ഈ ലോകത്തിലെ ജഡീകന്മാരായ ആത്മീയരെന്ന് പറയുന്നവർ പോലെ അല്ല വിഷയങ്ങൾ. ഈ വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അതുപോലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. 190 ചില്ലുവാനും രാഷ്ട്രങ്ങൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഈ 200 അടുപ്പിച്ചുള്ള രാജ്യങ്ങളിൽ ഇന്ന് നടക്കുന്ന ഭരണങ്ങൾ സകല മാനുഷികമായ നിലയിലുള്ള ഭരണങ്ങളാണ് നടക്കുന്നത്. ഓരോ രാജ്യത്തിനും എന്തുണ്ട്? അവരുടേതായ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണ സംവിധാനങ്ങളുണ്ട്, അല്ലേ? ഇന്നിവിടെ ഇന്ത്യയിലുണ്ട് ഡോക്ടർ അംബേദ്കർ എഴുതി വെച്ചിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം ഭരണം നടക്കുന്നത്. അത് ഓരോ രാജ്യങ്ങൾക്കും ഓരോ നിലയില്ല. അതൊക്കെ ഇവിടുത്തെ കാര്യങ്ങളാ, ഈ ഭൂമിയിലെ കാര്യങ്ങളാ. ഈ മുള്ളും പറക്കാരെയും മുളച്ചു വരുന്ന ഈ ഭൂമിയിലെ കാര്യങ്ങളാ, നശിച്ചു പോകുന്ന ഈ ഭൂമിയിലെ കാര്യങ്ങളാ. ഭൂമി അതിന്റെ പണികളും വെന്തുപോകും. അപ്പൊ വെന്തെരിഞ്ഞു പോകുന്ന ഭൂമിയിലെ കാര്യങ്ങളാണ് ഈ ഭൂമിയിലെ ഭരണ സംവിധാനങ്ങളും രീതികളൊക്കെ. അത് മനുഷ്യരാൽ തെരഞ്ഞെടുക്കപ്പെട്ട, മനുഷ്യരാൽ ഭരിക്കപ്പെടുന്ന ഭരണ സംവിധാനങ്ങളാണ്. ഇതെല്ലാം കർത്താവ് അഴിച്ചു മാറ്റുമെന്നാണ് നെബൂഖദ്നേസർ രാജാവ് കേട്ട ബിംബത്തിന്റെ അർത്ഥം. നമുക്കതൊന്ന് വായിക്കാം. സ്തോത്രം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇത് കാര്യകാരണ സഹിതം പറഞ്ഞു പോയില്ലെങ്കിൽ സംഭവം ശരിയാകത്തില്ല. ദാനിയേൽ പ്രവചനം 2:31 തൊട്ട് വായിച്ചാട്ട്, 31 തൊട്ട് 35 വരെ വായിച്ചാട്ട്, എന്നിട്ട് 44, 45, 46 കൂടി വായിക്കണം. ദാനിയേൽ 2:31 മുതൽ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. 31 മുതൽ. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നും അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കയ്യും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും ആയിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈതൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ചു തകർത്ത് കളഞ്ഞു. അടുത്ത ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർപോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം
കാറ്റ് അവയെ പറപ്പിച്ചുകൊണ്ട് പോയി. ഇനി 44 തൊട്ട് ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. അടുത്ത കൈതൊടാതൊരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിന് താല്പര്യമോ? മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം. നെബൂഖദ്നേസർ രാജാവ് ഈ സ്വപ്നം കണ്ടു. ഈ വെളിവുകെട്ട രാജാവിന് സ്വപ്നം മറന്നു. ഉള്ളിൽ ആവലാതി, ഞാനൊരു സ്വപ്നം കണ്ടു, അതിൻ്റെ അർത്ഥം അറിയിക്കണം. കൽദയരായിട്ടുള്ള എല്ലാ മന്ത്രവാദികളെയും ശകനവാദികളെയും രാജാവിന്റെ ഭരണത്തിന്റെ കീഴിൽ കിടക്കുന്നവരൊക്കെ വിളിച്ചു അവര് പറഞ്ഞു സ്വപ്നവും അറിയിക്കണം, അർത്ഥവും അറിയിക്കണം. ഇത് വല്ലാത്തൊരു കൊല്ലാപ്പാടായി. അവർക്ക് പറഞ്ഞു അത് പറ്റത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനെയും ഞാൻ കൊല്ലും. ഈ ബാബിലോൺ സാമ്രാജ്യത്തില് മദ്യവും അതുപോലെ ചാപ്പാടും കൊടുത്ത് അവനെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഞാനൊരു കണ്ട സ്വപ്നം അറിയിക്കാൻ പറ്റാത്ത നിങ്ങളെ ഒരെണ്ണത്തിനെ വെച്ചേക്കാതെ എല്ലാം ഞാൻ കൊന്ന് കുഴിച്ചു മൂടുമെന്ന് രാജാവിന്റെ കൽപ്പന പുറപ്പെടുവിച്ചു. ആ കൽപ്പന പുറപ്പെടുവിച്ച് ആ കൽപ്പനയുടെ സ്വരം ദാനിയേലിന്റെ ചെവിയിലെത്തി. കാരണം ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 4 മനുഷ്യന്മാരെ ഈ രാജഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരാൻ രാജാവ് തരും. അതൊക്കെ ദൈവത്തിന്റെ വൻ പദ്ധതികളാണ്. എന്നതിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ദാനിയേലിന്റെ ചെവിയിലെത്തി. ദാനിയേലിനെയും കൂട്ടരെയും കൂടി കൊല്ലുമെന്ന്. ഇത് കേട്ടപ്പോൾ ദാനിയേൽ ചോദിക്കും, ഇതെന്ത് കളി? ഇവിടെ വന്ന് ഈ രാജഭോജനം കഴിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയെങ്കിലും ഇതൊക്കെ രാജഭോജനം അവർ കഴിച്ചില്ല. ശാഖപദാർത്ഥം കഴിച്ചൊക്കെ അവർ നിന്നത്. അതിലുമൊക്കെ ദൂതുകളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്നാൽ രാജാവിന്റെ സ്വപ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ സ്വപ്നം പറഞ്ഞു. ദാനിയേല്, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 4 പേര് പ്രാർത്ഥനാ മുറിയിൽ കയറി പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ അർത്ഥം ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. എന്നെ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുപോകാൻ പറഞ്ഞു. കഥ പോലെ നമ്മൾ വായിക്കുന്നതാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുക. രാജാവിന്റെ മുൻപാകെ ദാനിയേലിനെ കൊണ്ടുചെന്നു. ദാനിയേൽ ചോദിച്ചു, സ്വപ്നവും അർത്ഥവും നിനക്ക് ഗ്രഹിപ്പിച്ചു തരാൻ പറ്റുമോ? സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവം സ്വർഗത്തിലുണ്ട്. അങ്ങേക്ക് മറുപടി സ്വർഗത്തിലെ ദൈവം. നമ്മളെക്കാണെ ചാടിക്കേറി ഞാൻ പറയാന്ന് പറഞ്ഞു തന്നെ. ദാനിയേൽ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ ഒരു ദാസനാണ്, ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നത് കൊണ്ട് ഞാനത് പറയുകയാണെന്ന് പറഞ്ഞ് സ്വപ്നങ്ങൾ അങ്ങോട്ട് അറിയാം. ആ സ്വപ്നമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ബാബിലോൺ, മാൽഡിയ, പാർഷ്യ, ഗ്രീസ്, റോം 4 സാമ്രാജ്യം ഈ ലോകത്തെ ഭരിച്ചു. പെട്ടെന്ന് പറഞ്ഞു പോവുക. ഭരിച്ചവരാരാണെന്നും അതിന്റെ കാലവർഷങ്ങൾ എന്താണെന്നും ഭരണ സംവിധാനങ്ങൾ എന്താണെന്നൊക്കെ പറയുന്നത് നമുക്കതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇവർ ഭരിച്ചു എന്നുള്ളത് ശരി, ഇവരുടെ ഭരണം കൊണ്ടൊരു ഗുണവും അന്നുണ്ടായില്ല എന്നുള്ളതും ശരി. ഈ ഭരണ സംവിധാനങ്ങളെ മുഴുവൻ തച്ചുടച്ചുകൊണ്ട് ഈ ഭരണത്തിന്റെ അവസാനത്തെ ഭരണ സംവിധാനം ഏതാണ്? ഡെമോക്രസി. ഇരുമ്പും കളിമണ്ണും കൂടിയുള്ളത്. അതാണ് നമ്മുടെ പിണറായി ഭരിച്ചിട്ടൊക്കാത്തത്. അതാണ് ഇവിടെയുള്ള ജനാധിപത്യ സംവിധാനങ്ങളുടെ നേതാക്കന്മാർ ഭരിച്ചിട്ടൊക്കാത്തത്. അവര് ആര് ഭരിച്ചാലും ഒക്കില്ല. എന്താ കാര്യം? ഇരുമ്പും കളിമണ്ണും യോജിക്കാത്തതുപോലെ ജനാധിപത്യം, ഡെമോക്രസി ഈ ലോകത്തിന് ഗുണമല്ല എന്ന് വചനം പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുക. പിണറായി പറഞ്ഞതും സ്വത്രം. പിന്നെ ആരാ? പിണറായിയുടെ കൂടെയുള്ള കുറെ പേരൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവര് തന്നെ തമ്മിലല്ല. ഗോവിന്ദൻ പറയുന്ന പിണറായിക്കും, പിണറായി പറയുന്ന ഗോവിന്ദനും, ഗോവിന്ദൻ പറയുന്ന പിണറായി പറയുന്നത് അച്യുതാനന്ദനും പിടിക്കത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ല. അവരുടെ കുഴപ്പമല്ല. ഇരുമ്പും കളിമണ്ണും യോജിക്കുകയില്ല. അർത്ഥം ജനാധിപത്യം ഈ ലോകത്തിന് യോജിക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഈ 4 ഭരണ സംവിധാനങ്ങളെയും തച്ചുടച്ച്. രാജാവ് കണ്ട ബിംബത്തിന്റെ ആ ഭാഗം ഇവിടെ വിവരിക്കുന്നുണ്ട്. തല പൊന്നുകൊണ്ട്, പിന്നെ മറ്റൊരു രാജ്യത്വം സർവഭൂമിയെ വാടാതിരിക്കുന്ന തങ്കം കൊണ്ടുള്ള 3-ാമത്തെ രാജ്യത്വം ഉത്ഭവിക്കും.
നാലാമത്തെ ഒരു രാജ്യത്വം. അപ്പോൾ 1, 2, 3, 4 ഒക്കെ ഈ രാജാവ് കണ്ട ബിംബവും അത് തലയും നെഞ്ചും അരയും കാലും ഇതൊക്കെ ഓരോ സാമ്രാജ്യങ്ങളാണ്. മേദ്യ, പേർസ, ഗ്രീസ്, റോം സാമ്രാജ്യങ്ങളാണ്. ഈ സാമ്രാജ്യങ്ങളൊന്നും തന്നെ ജനത്തിന് ഗുണകരമായൊരു ഭരണമല്ല കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് 1000 ആണ്ട് ദൈവപുത്രൻ വാഴുവാൻ വരുമ്പോൾ ഈ സാമ്രാജ്യങ്ങളെ മുഴുവൻ എന്ത് ചെയ്യും? തച്ചുടച്ച് യേശു ക്രിസ്തു ഈ 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കുമെന്നാണ് ഈ ദാനിയേൽ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം. ഹല്ലേലൂയ. കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ഈ കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ലായ യേശു ക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ മാത്രമേ ഈ ഭൂമിക്ക് എന്തുണ്ടാകത്തുള്ളൂ? നല്ലൊരു ഭരണം ലഭിക്കുകയുള്ളൂ. യേശു ക്രിസ്തുവിന്റെ ഭരണസീമയ്ക്കുള്ളിൽ മാത്രമേ ആദാമ്യ കുലത്തിൽപ്പെട്ട എല്ലാ മനുഷ്യർക്കും നല്ലൊരു ഭരണം കിട്ടണമെങ്കിൽ അത് ഈ 1000 ആണ്ട് വാഴ്ചയിൽ യേശു ക്രിസ്തു ഭൂമിയെ ഭരിക്കുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരു ഭരണം, യെശയ്യാപ്രവചനം 35-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണെന്ന് തോന്നുന്നു, ഒരു രാജാവ് നീതിയോടെ ഭരിക്കും. ഏതാ ഈ രാജാവ്? യേശു ക്രിസ്തുവാണ് ഈ രാജാവ്. അപ്പോൾ ഒരു രാജാവ് നീതിയോടെ ഭരിക്കും. ഇപ്പൊ ഭരിക്കുന്നവരൊക്കെ നീതികെട്ട ഭരണം നടത്തുമെന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഇത് തന്നെയാണല്ലോ നമ്മൾ കാണുന്നത്. ഏത് ഭരണമാണെങ്കിലും അമേരിക്കയിൽ ട്രംപ് ഭരിച്ചിട്ട് അങ്ങോട്ട് ഒക്കുന്നില്ല. ബ്രിട്ടീഷില് പ്രിയപ്പെട്ടവരൊക്കെ ഭരിച്ചിട്ട് അങ്ങോട്ട് ഒക്കുന്നില്ല. ഇവിടെ മോദി ഭരിച്ചിട്ട് അങ്ങോട്ട് ഒക്കുന്നില്ല. എല്ലാ രാജ്യങ്ങളിലും ഓരോ ഭരണകർത്താക്കന്മാര് ഭരിച്ചിട്ട് ഒക്കുന്നില്ല. ചിലരെയൊക്കെ വെടിവെച്ച് കൊന്നു, ചിലരെയൊക്കെ ഇത് ചെയ്യുക രാജകൃഷ്ണനാക്കി, ചിലരെ അധികാരം പട്ടാളം പിടിച്ചെടുത്തു, പോയി തുറങ്കലിൽ അടച്ചു, അവിടെ കൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊന്നു. അങ്ങനെ വിവിധ നിലയിൽ ഈ ഭരണകർത്താക്കളെ കൊന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രം ഭാരതത്തിന് പോലും പറയാൻ. നമ്മുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു. മകനോ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു. പലരും, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി, ലോകം മുഴുവൻ ആദരിക്കുന്ന മഹാത്മാഗാന്ധിജി എങ്ങനെയാ മരിച്ചത്? സ്വത്രം പ്രവചന പുസ്തകത്തിൽ അതിൽ വാക്യമുണ്ട്, ഭൂമിയിലെ ഉന്നതന്മാർ തകർന്നു പോകും, തകർന്നു പോകും. തകർന്നു പോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ബോംബ് സ്ഫോടനം ഉണ്ടായി അവർ തകർന്ന് അവരുടെ ശരീരങ്ങൾ ചിതറിപ്പോകുമെന്ന് പ്രവചനമുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ ഇതെല്ലാം വചനത്തിന്റെ നിവൃത്തിയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയം 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ കർത്താവ് ഭരിക്കാൻ വരുമ്പോൾ കർത്താവിനോടൊപ്പം നമ്മൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വചനത്തിന്റെ കേൾവി അതിന് പ്രയോജനമായി ഭവിക്കണമെങ്കിൽ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ ഈ വചനങ്ങൾ കേട്ട് പ്രത്യാശ നിർഭരമായൊരു ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടണം. എടുക്കപ്പെട്ടില്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിലേക്ക് നമുക്ക് അവകാശമില്ലെന്ന് ഓർത്തോണം. കൈവിടപ്പെട്ടു പോയാൽ എതിർക്രിസ്തുവിന്റെ കിരാത ഭരണത്തിൽ നമ്മൾ ഞെരിഞ്ഞമർന്നു പോകും. അതുകൊണ്ട് കർത്താവ് കാഹളം ധരിച്ചു വരുമ്പോൾ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് എടുത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം ഒരുമിച്ച് കർത്താവിനെതിരെ ആകാശത്തിൽ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. കർത്താവ് വരുമ്പോ പോകാൻ ഒരുങ്ങിക്കൊള്ളണം. ഇവിടെ കിടന്നു പോകരുത്, ഇവിടെ പെട്ടുപോകരുത്. ഇവിടെ പെട്ടുപോയാൽ വേറൊരു എതിർ ക്രിസ്തുവിന്റെ കിരാത ഭരണത്തിൽ റോഡ് ടാർ ചെയ്യുമ്പോൾ അതിനെ ഉറപ്പിക്കുന്ന എന്തുകൊണ്ടാണ്? റോളർ. ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ ഈ വണ്ടി റോളറും എല്ലാം ഒന്ന് തന്നെയാണ്. മുമ്പ് അങ്ങനെയല്ല, ടാർ ഇട്ടുകൊണ്ട് പോകും. റോളറിൽ 2-3 പെണ്ണുങ്ങൾ ഇങ്ങനെ തുണി നനച്ച് ചാക്ക് നനച്ച് ആ റോളറിന്റെ പുറകെ പോകുന്നത് കാണാം. ഇപ്പോൾ അതെല്ലാം മോഡേണായി, നനവും എല്ലാം വന്നു, ഏറ്റവും ലേറ്റസ്റ്റ് ആയി. ഇപ്പം ഏതാ മോഡേൺ അല്ലാത്തത്? 2040 മനുഷ്യൻ ജീവൻ കൊടുക്കുമെന്ന് പറയുക. പക്ഷെ അതിനു മുമ്പൊക്കെ മിക്കവാറും കച്ചവടം തീരുമെന്നാണ് എൻ്റെ ചിന്ത. ഞാൻ വയനത്തിലൂടെ പഠിച്ചു വന്നപ്പോൾ മനുഷ്യന്റെ സകല ഉന്നമനങ്ങളെയും ദൈവം തകർത്ത് കളയും. വരുവിൻ, നാം നമുക്കൊരു പട്ടണം ഉണ്ടാക്കാം. ഉൽപ്പത്തി പുസ്തകം. ദൈവം സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയാ. കർത്താവ് കണ്ടോണ്ടിരുന്നോ? കാര്യം എന്താ കണ്ടോണ്ടിരിക്കാത്തത്? പറയാം, അവന് മറുപടി പറയാം. മനുഷ്യൻ ചെയ്യുന്നതൊന്നും അസാധ്യമാകയില്ല. ദൈവം തന്നെ പറഞ്ഞതാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ പ്രവൃത്തിയെ തടയിടുന്ന സ്വഭാവം ദൈവത്തിനുണ്ട്. ഈ ആധുനിക മനുഷ്യൻ എത്രത്തോളം ഉയർന്നു വന്നാലും അതിന് തടയിടുവാൻ ദൈവത്തിന് നിഷ്പ്രയാസം കഴിയും. ഹല്ലേലൂയ. ഒരു ചാണുകൊണ്ട് ഈ ഭൂമി അളക്കുന്ന ദൈവത്തിന് ഈ ഇത്തിരിയുള്ള മനുഷ്യന്റെ പ്രവൃത്തികളെ തകർക്കാൻ കഴിയത്തില്ലേ? നോഹയുടെ വെള്ളപ്പൊക്കം കൊണ്ട് ജനത്തെ മുഴുവൻ കൊന്നുപിടിച്ചെങ്കിൽ
ഇതാ ഒരു അഗ്നിപ്രളയം ലോകത്തെ മുഴുവൻ ചുറ്റരിക്കാൻ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അഗ്നിപ്രളയത്തിൽ പോയി വീഴാതെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. അപ്പോൾ 1000 ആണ്ട് വാഴ്ച കർത്താവ് ഈ ഭൂമിയിൽ ഭരിക്കാൻ വരുമ്പോൾ ആ കർത്താവിനോടൊപ്പം ആയിരിക്കണമെങ്കിൽ എന്ത് വേണം? കർത്താവിന്റെ വരവിൽ നമ്മൾ എടുക്കപ്പെടണം. 5 കന്യകമാരെ വെച്ച് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കർത്താവ് മനോഹരമായി പഠിപ്പിച്ച ഒരു സംഭവ കഥയുണ്ട്. സംഭവ കഥ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു 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 കഥ അല്ലേ. അതില് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഏതാ? ഞാനിപ്പോഴും ഓർക്കുന്നു, ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദൈവദാസൻ ആ ഉപമയൊക്കെ എടുത്ത് പ്രസംഗിച്ച് വികൃതമാക്കി വികലമാക്കുന്ന പ്രിയപ്പെട്ട ഒത്തിരി പേര്. നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചു. മത്തായി 25-ന്റെ 10 വായിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ.